ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമൽ ഫ്രം സാറ്റൻ ഫ്ലിക്സ്. എത്ര നാളായ കേസ് നമ്മൾ കണ്ടിട്ടും. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ടുഡേയ്സ് ഓണം 2026 ഓണം. എത്ര പെട്ടെന്നാണ് ഓണം ആയെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നത്. കഴിഞ്ഞ ഓണം ഞാൻ വീഡിയോ എടുത്തിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ആ വീട്ടിൽ വെച്ച് ഇപ്പോൾ ഞാൻ വേറെ വീട്ടിലാണ്. ആ വീട്ടിൽ ഓണം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു ഓണം ഉണ്ടായിരുന്നില്ല, മരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ഓണം ഉണ്ട്. ശേഷം 3-4 കൊല്ലങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഓണം ആഘോഷിക്കണം കേട്ടോ. സോ നമ്മളിപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ താഴെയാണ്. അതൊരു ഫ്ലാറ്റാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതായത് വീടിൻ്റെ താഴ്ഭാഗം കാര്യങ്ങളൊക്കെ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചു വന്നു. എന്താ പറയുക, നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ടിരിക്കും. മഴ എന്ന് പറയുമ്പോൾ ചെറിയ പൊട്ടിമഴയാണ്. നല്ല രസമുണ്ട്. തണുത്തിട്ട് വയ്യ. ഇപ്പോൾ സമയം ഏകദേശം 6:45 ആയിട്ടുണ്ട്. കുളിച്ചിട്ടില്ല. കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പരിപാടി നടത്താൻ. സോ ഓണം മാവേലീനെ ഇനി വരവേക്കണം. സോ ഇപ്പം ഇനി കുളിച്ചിട്ട് കാണാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിക്കാം. ഇവിടുത്തെ പൂക്കളവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഡേ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മാവേലിക്ക് വരാനുള്ള വഴികളൊക്കെ അലങ്കാരം ചെയ്തിട്ടേക്കാണ്. കോലമൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. സ്റ്റെപ്പിലൊക്കെ നിങ്ങൾക്ക് സൈഡ് ഇങ്ങനെ വര പോലെ കാണാം. ഇതൊക്കെ മാവേലിക്ക് വരാനുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പൂക്കളം കാണിച്ചു തരാം. ഇതാണ് പൂക്കളം. സെയിം പൂക്കളാണല്ലേ. വേറെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കുമ്പോൾ വേറെ കോലവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ വീട്. ഞാൻ കാണിച്ചിട്ടില്ലല്ലേ ഇതിന് മുമ്പ്. ഇതാണ് വീട്. ഇതൊരു റൂമാണ്, ചേട്ടൻ്റെ റൂമാണ്. പോയി കഴിഞ്ഞാൽ ഇത് ഞാനൊക്കെ കിടക്കണ റൂമാണ്. ഓക്കെ. ഹാള് അങ്ങനെ. ഓക്കെ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളെത്തിയിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞു. ചന്ദനൊക്കെ തൊട്ട് ഇറങ്ങിക്കുവാണ്. അപ്പോൾ രാവിലെ ഏകദേശം സമയം 7:20 അപ്പോൾ ഔട്ട്ഫിറ്റ് ഇതാണ് ഓണക്കോടി. സത്യം പറഞ്ഞാൽ വേറെയാണ് എടുത്തത്. ഞാൻ ഇന്നലെ പോയി എടുത്താണ്. അതാണെങ്കിൽ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഷോക്കായി പോയി. അപ്പം വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് തന്നത്. ഇതാണ് ഷർട്ട്. പിന്നെ താഴെ മുണ്ട് എടുത്തിട്ടുണ്ട്. ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പുതിയ ചെരുപ്പാണ്. ഓക്കെ. മുണ്ടുണ്ട്. പൊള്ളി മുണ്ടാണ്. ഓക്കെ. സോ ഓണത്തപ്പനെ അല്ല, മാവേലീനെ ഇതുവരെ വരവേറ്റിട്ടില്ല. സമയം ഇത്രയായി. വരവേക്കണം. ചെയ്യാം നമുക്ക്. വൈകി ആണെങ്കിലും ചെയ്യാം. നമ്മൾ താഴെ നിൽക്കുകയാണ്. അങ്ങനെ നല്ല പൊടിമഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. പിന്നെ എന്താണ് ഇന്നത്തെ പരിപാടി? എന്നൊക്കെ പറയുമ്പോൾ രാവിലെ ഓണത്തപ്പനെ വരവേറ്റിട്ട് വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ, ഉച്ചയ്ക്ക് സദ്യ അത് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. പിന്നെ വൈകുന്നേരം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അതിന് ശേഷം രാത്രി കസിൻസിൻ്റെ വീട്ടിൽ പോകുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കഴിഞ്ഞ ഓണത്തിന് അതേപോലെ കസിൻസിൻ്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഐ ആം സോറി. ഇപ്രാവശ്യം ഞാൻ ഉറപ്പ് പറയാനുള്ള നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ കാണാം. ഓക്കെ. സോ ഇവിടെ നോക്കുമ്പോൾ മാവേലിയൊക്കെ വന്നു കഴിഞ്ഞു. മാവേലിക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വഴി. ഇപ്പോൾ അതേ പൂക്കളൊക്കെ ഇട്ട്, അല്ല പൂക്കളൊക്കെ ഇട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അതേ മാവേലീനെ വരവേറ്റതാണ്. വിളക്കൊക്കെ വെച്ച് ഇലയിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ച്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. അമ്മയൊക്കെ ചെയ്ത്, ഞാനും ചെയ്ത്. അതേ ഇല, പിന്നെ ഇതാണ് ഏരിയ. ഹേ ഗൈസ്, അപ്പോൾ ഓണത്തിൻ്റെ സദ്യയൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയി തോന്നുന്നു സദ്യ കഴിച്ചപ്പോൾ. സദ്യ കഴിച്ച് പക്കയായിട്ടെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് കുറച്ച് ഫോണൊക്കെ നോക്കി ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ വന്നതാണ്. നല്ലൊരു വൈകുന്നേരമാണിപ്പോൾ. ഐ തിങ്ക് 5 o'clock കഴിഞ്ഞു. നല്ല ടൈമാണ് കേട്ടോ. മഴയൊന്നുമില്ല. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി കൂൾ. അപ്പോൾ അതിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. അവൻ്റെ ക്ലിപ്സ് തരാം, ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞു. അവനൊക്കെ 2 ക്ലിപ്പ് തന്നിട്ടുള്ളൂ. ചെറിയ ക്ലിപ്പാണ്. അവനെ നിങ്ങൾക്ക് കാണാമല്ലോ, അതിന് വലിയ കാര്യമാണ്. സോ അവൻ കുറച്ച് ബിസിയാണെന്നാണ് പറഞ്ഞത്. സോ അവൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം, നിങ്ങൾ കണ്ടിട്ട് വരും. നമ്മളെ എന്നെ അറിയാലോ അതിൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ് 2026. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ മാക്സിമം വീടാണ് നോക്കുക ഡബിൾസിൽ. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അതുകൊണ്ട് മാക്സിമം വീടാൻ നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഇനി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി പോയി കുളിച്ച് റെഡി ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നൈസ്. അപ്പോൾ നമുക്ക് ഫ്ലിപ്പ് അടിക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം ഓക്കെ. ഇന്ന എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇവിടെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരോട് സംഭവം പറ്റും കൊണ്ടുവരൊക്കെ എല്ലാവരും വന്ന ഫാമിലി സെറ്റപ്പാണ്. ഓക്കെ. അപ്പോൾ അവൻ്റെ ക്ലിപ്പ് ഇത്രേ കിട്ടിയുള്ളൂ. സീനില്ല. ഇനി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ചുമ്മാ വൈകുന്നേരം ഇങ്ങനെ ചുമ്മാ നടക്കുകയാണ്. ഇവിടെ ഒരു ബോളുണ്ട്. ഏതോ ഇവിടെയുള്ള ചെറുക്കന്മാരുടെ ബോളാണ്. ചുമ്മാ എടുത്ത് തട്ടിക്കളിക്കാം.
മാറി തട്ടിക്കളിക്കുക. അത് വേറെ പരിപാടിയൊന്നുമില്ല ഓണമായിട്ട്. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറയാനായിട്ട് ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞേ ഉള്ളൂ. ചായ കുടിച്ച് ഇനി എന്താ ഇനിയിപ്പോൾ ഓണത്തിന് എന്താ കേസ് പരിപാടി? ഓണത്തിന് ഇനിയിപ്പോൾ പരിപാടി എന്ന് പറയുമ്പോൾ ഒരുപാട് ജോയിൻറ്റ് ഫാമിലി അങ്ങനെ വല്ലതായിരുന്നെങ്കിൽ വടംവലി അങ്ങനെ കസേര കളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ആ പരിപാടിയൊന്നുമില്ല. ഞാനും ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചേട്ടൻ കസിൻ്റെ വീട്ടിലാണ്, ഞാൻ പോയില്ല. അപ്പോൾ നാളെ കസിൻസ് എല്ലാവരും അമ്മ വീട്ടിൽ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇടാൻ നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കാം ഗൈസ് എന്ന് വെച്ചാൽ. സോ ഇപ്പോൾ ഓണത്തിൻ്റെ പരിപാടി ആയിട്ട് വേണമെന്നില്ല ഗൈസ്. ഞാനിപ്പോൾ രാത്രിയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് നമ്മൾ 2025 ഓണത്തിന് വീഡിയോ ഒന്ന് എടുത്ത് നോക്കി. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലാന്ന്. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വെച്ചു. നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു സ്റ്റോറീസ് സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു, ഇതുവരെയുള്ള എങ്ങനെയാണ് ഇൻസ്റ്റാ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവൻ്റെ അക്കൗണ്ട് ഉണ്ട്, എൻ്റെ അക്കൗണ്ട് ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ, അതൊന്ന് കണ്ടിട്ട് വീഡിയോ അതിൻ്റെ പേട്ടോ. നമ്മൾ നമ്മുടെ അക്കൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അക്കൗണ്ട്. അവൻ്റെ അക്കൗണ്ടൊക്കെ വ്യത്യാസമുണ്ട്. ഫോളോവേഴ്സ് കൂടി, ഫോളോയിങ് ഇപ്പോൾ അതേപോലെ തന്നെയാണ്. നമ്മുടെ ഹൈലൈറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ കുറച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇത് നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഈ പോസ്റ്റ് നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല. ഞാൻ പിന്നെ മറ്റേ ഫ്രീ ഫയർ പോസ്റ്റൊക്കെ എവിടെ പോയി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവുള്ളൂ. ഫ്രീ ഫയർ പോസ്റ്റ് ഭയങ്കര കണ്ണാപ്പിയാന്ന് കുറേ പേര് പറഞ്ഞു. പക്ഷേ നമുക്ക് കണ്ണാപ്പിയാന്നൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഇത് എൻ്റെ കൂടെ വന്നിട്ടുള്ളൊരു ഗെയിമാണ്. പക്ഷേ അത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെല്ലാം അതിനകത്ത് ആർച്ചീവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ആർച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഹൈലൈറ്റ്സ് മൊത്തം കാണിക്കണ്ട, എങ്കിലും കാണിച്ചു തരാം. എൻ്റെ ഫോട്ടോ ഉണ്ടോ? ട്രെൻഡ് ഗോയിങ് വിത്ത് ട്രെൻഡ്. ലൈറ്റ് ഇത്തിരി കൂടുതലുണ്ടോ? ഇതിലും ഫോട്ടോസൊക്കെയാണ്. ഇത് നമ്മൾ കോയമ്പത്തൂർ പോയി എടുത്താണ്, തമിഴ്നാട്. ഇതൊരു മന്തിക്കട പോയി എടുത്താണ്. ഇതാണ് ഇന്നത്തെ പോസ്റ്റ്. കണക്കാണ്. അപ്പോൾ അടുത്ത ചെറിയ ഓണത്തിൻ്റെ പരിപാടി വരാം. കുറച്ച് കിട്ടി. പിന്നെ മറ്റു വളർത്തി പോയതാണ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. ഓണപ്പരിപാടി ഫ്രണ്ട്സാണ് കുറച്ച് ഓടിച്ചിടാം. അതിൽ നമ്മുടെ അണ്ണൻ അതിൽ പഴയ ഫോട്ടോയാണ്. ഫ്രണ്ടൊക്കെ കളിയാണ്. അതെ, സെലിബ്രേഷൻസ് കഴിഞ്ഞ കൊല്ലത്തെ ഓണമാണ്. ഗവൺമെൻറ് അറിയില്ല, കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പ്രാവശ്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക, എൻ്റെ അക്കൗണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ അക്കൗണ്ട് ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ആകെ പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഏതാണ് ഇതിൻ്റെ അക്കൗണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അക്കൗണ്ട് നമ്മൾ സമറായി എന്നുള്ള പേര്, അന്നും എനിക്ക് തോന്നുന്നു സമറായി തന്നെയൊന്ന് പേര് വന്നു. അതിൻ്റെ പ്രൊഫൈൽ പിക്ക് കിണ്ണനാണ്. എന്നാണ് കുറച്ച് പോസ്റ്റ് പുതിയത് വന്നിട്ടുണ്ട്. പോസ്റ്റൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോവൽ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും. അതിലേ ഞാൻ കാണിച്ചു തരാം. ഒരു കാറും പരിപാടികളൊക്കെയാണ്. നമ്മൾ അതിൻ്റെ സൈക്കിൾ, നമ്മൾ അന്ന് സൈക്കിൾ കഴിക്കില്ലേ, ആ സൈക്കിളാണ് ഇരിക്കുന്നത്. അതിൽ വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. മറൈൻ ഡ്രൈവ് ആണോ തോന്നുന്നു, അറിയില്ല. മറൈൻ ഡ്രൈവൊക്കെ പോയിട്ട് കുറേ നാളായി. അങ്ങനെ കുറച്ച് ഫോട്ടോസ്. അതിൻ്റെ ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ ഓണമാണ്. ഇത് അന്നേ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങളെ. പുതിയതായിട്ട് ചെറിയ സീനാട്ടാ ഇതിലായി സിസ്റ്റം. അത് നോക്കുമ്പോൾ പുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്, ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറേ സെറ്റ് പോയിട്ടുണ്ട്. കാറ്, ഏതാ ഗെയിം എന്ന് പറയുമ്പോൾ CPM എന്നാണ് ഇട്ടേക്കണേ. കുറേ കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ പോയിട്ട് കണ്ടിട്ടുണ്ടാവും. അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ കാണിച്ചിട്ടുണ്ടാവും. ഇതില് ഇതിലുണ്ട് കാറ്. ഇത് നമ്മുടെ വണ്ടി ഓഡിയോ നമ്മൾ കാണിച്ചതായിട്ടാണ്. പണ്ടത്തെ കുറേ GTA വീഡിയോസ് ഉണ്ട്. അതെ, ഫിഫർ. ഓക്കെ, ഇനി പുള്ളിയുടെ സ്റ്റോറി, ഇന്നത്തെ സ്റ്റോറി നോക്കുമ്പോൾ ഓർമ്മ ഇതാണ് സ്റ്റോറി. ഇതിലും ഫോട്ടോസൊക്കെയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇനിയിപ്പോൾ വീഡിയോ വെച്ചോണ്ടിരിക്കണം, വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. സോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് മാത്രമേ ഞാൻ കാണിച്ചു, ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റയിലുള്ള. അപ്പോൾ അത് കാണിക്കണമെന്ന് തോന്നി, അപ്പോൾ കാണിച്ചു. സോ ഇനി പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഉറക്കം മാത്രമേ ഉള്ളൂ. ഒന്നും കൂടെ ശ്രദ്ധിച്ചിട്ട് നല്ല ഉറക്കണം. സോ ഇനി സൈനിങ് ഓഫ് ഫ്രം സ്റ്റാറ്റഫ്ലിക്സ്, ഫ്രം വിമൻ, ഫ്രം എവരി വൺ എന്ന് പറയുമ്പോൾ അതുൽ. ഫോർ ഓൾ ഹാപ്പി ഓണം, സ്റ്റേ സേഫ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ ഓണാശംസകൾ നേരുന്നു.
എൻ്റെയും അതുലിൻ്റെയും നമ്മുടെ സാറ്റൻ ഫ്ലിക്സിൻ്റെയും വക. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും ഓണമൊക്കെ എൻജോയ് ചെയ്യുക. അടുത്ത പരിപാടിയായിട്ട് പിന്നെയും വരുന്നവരെ. ദിസ് ഈസ് വിമൽ ഫ്രം സാറ്റൻ ഫ്ലിക്സ് സൈനിങ് ഓഫ്.